നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ. ഈശോ ജനക്കൂട്ടത്തോടെ സംസാരിക്കുകയാണ്. ഒരു അരുവിയുടെ വൃക്ഷനിബിഡമായ തീരത്ത് നിന്നാണ് പ്രസംഗം. ചേർന്നുള്ള ചോളവെയിലിൽ വലിയൊരു ജനാവലി. കൊയ്ത്തു കഴിഞ്ഞ് തീയിട്ട സ്ഥലം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. സമയം സന്ധ്യയാണ്. രാത്രിയായി തുടങ്ങുന്നു. എന്നാൽ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. ആട്ടിൻപറ്റങ്ങൾ ആലയിലേക്ക് നീങ്ങുന്നു. കന്നുകാലിയുടെ കഴുത്തിലെ മണിയടി ചീവിടിൻ്റെയും മറ്റും ശബ്ദത്തോടൊത്ത് ചേരുന്നു. പ്രസംഗം ആരംഭിക്കുന്നത് കടന്നുപോകുന്ന ആട്ടിൻപറ്റത്തെ പരാമർശിച്ചുകൊണ്ടാണ്. ഈശോ പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ആടുകളെക്കുറിച്ച് വിചാരമുള്ള ഒരു നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്താണ് ചെയ്യുന്നത്? തൻ്റെ ആടുകൾക്ക് നല്ല മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നു. വിഷച്ചെടികളൊന്നുമില്ലാത്ത നല്ല പുൽമേടുകൾ, സ്വാദുള്ള ക്ലോവർ, സുഗന്ധമുള്ള പുതിന, കയ്പുണ്ടെങ്കിലും പോഷകങ്ങൾ അധികമുള്ള ചിക്കറി, ഇവയെല്ലാം വളരുന്ന സ്ഥലങ്ങൾ അന്വേഷിക്കുന്നു. പുല്ലു മാത്രമല്ല, തണലും ധാരാളം കുടിവെള്ളം കിട്ടുന്ന അരുവികളും അയാൾ തേടുന്നു. പുല്ലിനടിയിൽ കടന്നലുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഏറ്റവും സമൃദ്ധമായ പുൽമേടുകൾ അയാൾ തിരഞ്ഞെടുക്കുകയില്ല. കാരണം അവയ്ക്കുള്ളിൽ പാമ്പുകളും രോഗം വരുത്തുന്ന ചെടികളും സർവ്വസാധാരണമാണ്. മലഞ്ചെരിവുകളാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. അവിടെ മഞ്ഞുതുള്ളികൾ വീണ് പുല്ലിൻ്റെ ഇലകൾ വൃത്തിയുള്ളവയായിരിക്കും. നല്ല ശക്തിയുള്ള വെയിലടിക്കുന്നത് നിമിത്തം പാമ്പുകൾ അവിടെ ഉണ്ടായിരിക്കുകയില്ല. ആരോഗ്യപ്രദമായ വായു ധാരാളം. സമതലങ്ങളിലെ അനാരോഗ്യകരമായ വായു പോലെയല്ല നല്ല ഇടയൻ ഓരോന്നോരോന്നായി എല്ലാ ആടുകളെയും ശ്രദ്ധിക്കുന്നു. രോഗമുള്ളവയെ അവൻ സുഖപ്പെടുത്തുന്നു. മുറിവേറ്റവയെ അവൻ വെച്ചു കെട്ടുന്നു. അത്യാഗ്രഹം കൊണ്ട് അധികം തീറ്റ തിന്നു രോഗം വരുത്തുന്നവയെ അവൻ ശാസിക്കുന്നു. അധികം ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ അഥവാ അധികം വെയിലുള്ള സ്ഥലങ്ങളിൽ ദീർഘസമയം നിൽക്കുന്നവയെ സുഗന്ധവാഹികളായ ചെടികളുള്ള സ്ഥലത്തേക്ക് നയിച്ച് സ്വന്തം കൈകളിൽ നിന്നും തീറ്റുന്നു. വിശപ്പ് ഉദ്ദീപിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്നേഹിതനോട് എന്ന പോലെ അതിനോട് സംസാരിക്കുന്നു. ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന സ്വന്തം മക്കളോട് സ്വർഗീയ പിതാവ് ഇങ്ങനെ തന്നെയാണ് വർത്തിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹമാവുന്ന വടി എല്ലാറ്റിനെയും ഒരുമിച്ച് കൂട്ടുന്നു. അവൻ്റെ സ്വരമാണ് അവരെ നയിക്കുന്നത്. അവൻ്റെ നിയമമാണ് അവരുടെ മേച്ചിൽപ്പുറം. സ്വർഗമാണ് അവരുടെ ആല. എന്നാൽ ഒരാട് അവനെ വിട്ടുപോയി. അവൻ അതിനെ അത്ര കാര്യമായിരുന്നു. ഇളം പ്രായം, പരിശുദ്ധമായത്, ഏപ്രിൽ മാസത്തിലെ വെൺമേഘം പോലെ വെള്ളനിറം. എത്ര നന്നായി അതിനെ വളർത്തണമെന്നും എത്രയധികം സ്നേഹം അത് കാണിക്കുമെന്നും മറ്റും ചിന്തിച്ചുകൊണ്ട് ഇടയൻ വലിയ സ്നേഹത്തോടെ അതിനെ പലപ്പോഴും നോക്കിയിരുന്നു. എന്നാൽ അത് വഴി മാറിപ്പോയി. മേച്ചിൻപുറത്തിനടുത്തുള്ള വഴിയിലൂടെ ഒരു പ്രലോഭകൻ കടന്നുപോയി. ഒറ്റ നിറമുള്ള സാധാരണ ഉടുപ്പിനു പകരം പല നിറങ്ങളുള്ള വസ്ത്രമാണ് അയാൾ ധരിച്ചിരുന്നത്. ചെറു കോടാലിയും കത്തിയും തൂക്കിയിടുന്ന തുകൽ ബെൽറ്റ് അയാൾക്കില്ല. അയാളുടേത് സ്വർണ്ണ ബെൽറ്റാണ്. അതിൽ നിന്നും ചെറു മണികളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ആ മണികളുടെ ശബ്ദം രാപ്പാടികളുടെ സംഗീതം പോലെ മാധുര്യമുള്ളതാണ്. ശക്തിയേറിയ സുഗന്ധദ്രവ്യങ്ങൾ അടങ്ങിയ ചെപ്പുകളുണ്ട്. നല്ല ഇടയൻ കൊണ്ട് നടക്കുന്നത് പോലെയുള്ള വടി അയാളുടെ കയ്യിലില്ല. നല്ല ഇടയൻ ആ വടി കൊണ്ട് ആടുകളെ ഒരുമിച്ച് കൂട്ടുകയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആ വടി പോരാ എന്ന് കാണുമ്പോൾ കൈക്കോടാലിയും കത്തിയും പ്രയോഗിക്കും. ആവശ്യമെങ്കിൽ ജീവൻ തന്നെയും അർപ്പിക്കും. എന്നാൽ പ്രലോഭകന്റെ കയ്യിലുള്ളത് ഒരു ധൂമകലശമാണ്. അതിൽ നിന്നും പുക ഉയരുന്നുണ്ട്. അതിനുള്ളിൽ മിന്നുന്ന രത്നങ്ങളുണ്ട്. പുകക്ക് ദുർഗന്ധവും സുഗന്ധവുമുണ്ട്. കപടരത്നങ്ങളുടെ ശോഭ കണ്ണഞ്ചിപ്പിക്കുന്നത് പോലെ ഗന്ധം മയക്കമുളവാക്കുന്നതാണ്. അയാൾ പാട്ടുപാടി ഉപ്പുവാരി വിതറിക്കൊണ്ട് കടന്നു പോകുന്നു. എന്നാൽ അവിടെ തന്നെ നിൽക്കുന്നു. 100ാമത്തെ ആട്, ഏറ്റവും പ്രായം കുറഞ്ഞത്, കാഴ്ചക്ക് ഏറ്റവും യോഗ്യൻ, എടുത്തു ചാടി പ്രലോഭകന്റെ പിന്നാലെ ഓടി മറഞ്ഞു കഴിഞ്ഞു. ഇടയൻ അതിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചു വരുന്നില്ല. അത് വായുവിനേക്കാൾ വേഗത്തിൽ ഓടുന്നു പ്രലോഭകന്റെ ഒപ്പമെത്താൻ. ഓടുന്ന വഴിക്ക് അല്പം ശക്തി കിട്ടാൻ അത് ഉപ്പ് തിന്നുന്നു. എന്നാൽ ഉപ്പുള്ളിൽ ചെന്നപ്പോൾ ഒരു കത്തൽ അനുഭവം. അതുകൊണ്ട് തണുത്ത വെള്ളം തേടി അത് വനത്തിൽ പച്ചമരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുകയാണ്. പ്രലോഭകനെ അനുഗമിച്ചത് വനത്തിനുള്ളിലേക്ക് കടന്ന് കുന്നുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിനിടക്ക് വീഴുന്നു. 1, 2, 3. വീഴുന്ന ഓരോ പ്രാവശ്യവും അതിൻ്റെ കഴുത്തിന് ചുറ്റും വഴുവഴുപ്പുള്ള ഇഴജന്തുക്കളുടെ ആലിംഗനമാണ് അനുഭവപ്പെടുക. ദാഹം ശക്തിയായതിനാൽ അഴുക്കുവെള്ളം കുടിക്കുകയും വിശപ്പിനെ ഓക്കാനം
തോന്നിക്കത്തക്ക വിധം പതവൊലിച്ചു നിൽക്കുന്ന സസ്യങ്ങൾ തിന്നുകയും ചെയ്യുന്നു. അതേസമയം നല്ലിടയൻ എന്താണ് ചെയ്യുക? 99 ആടുകളെയും സുരക്ഷിതമായ ഒരു സ്ഥലത്താക്കിയ ശേഷം അയാൾ പുറപ്പെടുന്നു. നഷ്ടപ്പെട്ട ആടിന്റെ സൂചന നൽകുന്ന അടയാളങ്ങൾ കണ്ടെത്തുന്നതുവരെ അയാൾ വിശ്രമിക്കുന്നില്ല. പോയ ആട് തിരിച്ചു വരാത്തതിനാൽ അയാൾ ഉച്ചസ്വരത്തിൽ അതിനെ വിളിക്കുകയും വിളിയുടെ സ്വരം അതിന്റെ കാതുകളിൽ എത്തിക്കാൻ കാറ്റിനോട് കേണപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു ഫലവുമില്ല. അവസാനം വളരെ ദൂരെ നിന്ന് സർപ്പങ്ങൾ ചുറ്റി ബോധമില്ലാതെ കിടക്കുന്ന ആടിനെ അയാൾ കാണുന്നു. അതിനെ സ്നേഹിക്കുന്ന ആളിനെ കണ്ടപ്പോൾ വേർപിരിഞ്ഞു പോയതിന്റെ ദുഃഖം കാണിക്കാൻ അതിന് കഴിയുന്നില്ല. നേരെ മറിച്ച് അയാളെ അത് പരിഹസിക്കുന്നു. ഈ ആട് ഒരു കള്ളനെ പോലെ സ്വന്തമല്ലാത്ത വീടുകളിൽ കയറിയിട്ടുണ്ടെന്ന് ഇടയന് മനസ്സിലാകുന്നുണ്ട്. കുറ്റബോധം കൊണ്ട് ആട് അയാളെ നോക്കാൻ അതിന് ധൈര്യം കിട്ടുന്നില്ല. എന്നിട്ടും നല്ല ഇടയൻ മനസ്സ് മടുക്കുന്നില്ല. ആടിന്റെ അടുത്ത് ചെല്ലാൻ ശ്രമിക്കുകയാണ്. ഓരോ അടയാളങ്ങൾ കണ്ടുകൊണ്ട് നടക്കുന്നു. അടയാളം കാണാതാകുമ്പോൾ കരയുന്നു. സ്വല്പം രോമം, രക്തത്തുള്ളികൾ, ആക്രമണങ്ങൾ, അഴുക്കുകൾ, കാമാസക്തിയുടെ തെളിവുകൾ ഇവയെല്ലാം കണ്ട് അയാൾ പോകുന്നു. അവസാനം ആടിന്റെ അടുത്തെത്തി. ഓ എൻ്റെ പ്രിയ കുഞ്ഞെ, നിന്നെ ഞാൻ കണ്ടുപിടിച്ചു. അവസാനം നിന്റെ അടുത്ത് ഞാൻ എത്തി. നിനക്ക് വേണ്ടി എത്ര ദൂരം ഞാൻ നടന്നു. നിന്നെ ആലയിലേക്ക് കൊണ്ടുപോകാൻ എത്രയധികം ബുദ്ധിമുട്ടി. നിരാശയിൽ നിന്റെ തല താഴ്ത്തിക്കളയാതെ നിന്റെ പാപം എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുഴിച്ചു മൂടിയിരിക്കുന്നു. ആരും അതേക്കുറിച്ച് അറിയുകയില്ല. ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മറ്റുള്ളവരുടെ വിമർശനത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും. നിന്നെ കല്ലെറിയുന്നവരിൽ നിന്ന് എൻ്റെ ശരീരം കൊണ്ട് മറച്ചു നിന്നെ ഞാൻ രക്ഷിക്കും. വരൂ, നിനക്ക് മുറിവേറ്റുപോയോ? ഓ, നിന്റെ മുറിവുകൾ ഞാൻ കാണട്ടെ. എനിക്കവയെ അറിയാം. എങ്കിലും നീ എന്നെ അത് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ പരിശുദ്ധി പാലിച്ചിരുന്ന കാലത്ത് നിന്റെ ഇടയനും ദൈവവുമായ എന്നെ നിഷ്കളങ്കമായ കണ്ണുകളോടെ നോക്കുമായിരുന്നല്ലോ. ആ വിശ്വാസത്തോടെ നീ എന്നെ നിന്റെ മുറിവുകൾ കാണിക്കൂ. ഇതെല്ലാമാണ് നിന്റെ മുറിവുകൾ, അല്ലേ? എല്ലാ മുറിവുകൾക്കും ഒരു പേര് തന്നെ. എത്ര ആഴമായ മുറിവുകൾ! ആരാണ് ഈ വലിയ മുറിവുകൾ നിന്റെ ചങ്കിലുണ്ടാക്കിയത്? പ്രലോഭകൻ തന്നെ. എനിക്കറിയാം. അവന് കൈക്കോടാലിയോ കത്തിയോ ഇല്ല. എങ്കിലും വിഷമുള്ള അവന്റെ കടി ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. പിന്നാലെ അവന്റെ ധൂമകലശത്തിലുള്ള കപടരത്നങ്ങൾ പ്രഹരമേൽപ്പിക്കുന്നു. നിന്നെ വശീകരിച്ച തിളക്കമുള്ള വസ്തുക്കൾ, അവ നരകത്തിലെ ഗന്ധകമാണ്. നിന്നെ ദഹിപ്പിച്ചു കളയാൻ വെളിച്ചം കാണിച്ച് മിന്നിച്ചതാണ്. നോക്കൂ, എത്രയധികം മുറിവുകൾ! എത്രയധികം രോമമാണ് പറിച്ചു കളഞ്ഞത്! എത്രമാത്രം രക്തം വാർന്നുപോയി! എത്രയേറെ മുള്ളുകൾ തറച്ചിരിക്കുന്നു! ഓ, നിരാശയിലായിരിക്കുന്ന എൻ്റെ പാവപ്പെട്ട ആത്മാവേ, എന്നാൽ എന്നോട് പറയൂ, നിന്നോട് ഞാൻ എല്ലാം ക്ഷമിച്ചാൽ നീ എന്നെ ഇനിയും സ്നേഹിക്കുമോ? എൻ്റെ കരങ്ങൾ നിന്റെ പക്കലേക്ക് നീട്ടിയാൽ ഇങ്ങോട്ട് വരുമോ? എന്നോടൊന്ന് പറയൂ. എങ്കിൽ വന്ന് വീണ്ടും ജനിക്കുക. പരിശുദ്ധമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് വീണ്ടും വരിക. നീ കരയൂ. നിന്റെ കണ്ണീരും എൻ്റെ കണ്ണീരും കൂടെ നിന്റെ പാപത്തിൻ്റെ അടയാളങ്ങൾ കഴുകിക്കളയും. നിന്നെ ദഹിപ്പിച്ച തിന്മ നിമിത്തം നീ അവശതയിലായതിനാൽ എൻ്റെ നെഞ്ചും എൻ്റെ രക്തക്കുഴലുകളും നിനക്കായി ഞാൻ തുറന്നുകൊണ്ട് പറയുന്നു, ഇവ ഭക്ഷിക്കുക, അങ്ങനെ ജീവിക്കൂ. നിന്നെ എൻ്റെ കരങ്ങളിൽ ഞാൻ വഹിക്കുന്നതിന് എൻ്റെ അടുത്തേക്ക് വരൂ. നമുക്ക് അതിവേഗത്തിൽ നടന്ന് ശുദ്ധമായ പുൽമേടുകളിലേക്ക് പോകാം. നീ ദുരിതത്തിൻ്റെ ഈ സമയത്തെ വിസ്മരിക്കുകയും ചെയ്യും. നിന്റെ 99 നല്ല സഹോദരിമാരും സന്തോഷിക്കും. നീ തിരിച്ചു വന്നല്ലോ എന്നോർത്ത്. ഇത്ര വിദൂരത്തിൽ നിന്നും നഷ്ടപ്പെട്ട നിന്നെ കണ്ടുപിടിച്ച് രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നല്ലോ എന്നോർത്ത്. ഞാൻ നിന്നോട് പറയുന്നു, ആല വിട്ടു പോകാതിരുന്ന 99 നീതിമാന്മാരെക്കാൾ നഷ്ടപ്പെട്ട ശേഷം കണ്ടെടുക്കപ്പെട്ട ഒന്നിനെക്കുറിച്ച് നല്ലവരുടെ ഇടയിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ഈശോ പിന്നിട്ട റോഡിലേക്ക് ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ വഴിയെ സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ മഗ്ദലായിലെ മേരി വന്ന് ചേർന്നിരിക്കുന്നു. വളരെ മനോഹരിയാണ്. ഇപ്പോൾ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിലുമുണ്ട് ഒരു കറുത്ത ശിരോവസ്ത്രം. അത് അവളുടെ ശരീരത്തിന്റെ രൂപവും ഭംഗിയും എല്ലാം മറച്ചിരിക്കുന്നു. എന്നാൽ ഈശോ, എൻ്റെ പ്രിയപ്പെട്ട, നിന്നെ ഞാൻ കണ്ടെത്തി എന്ന് തുടർന്ന് പറയുന്ന വാക്കുകൾ കേട്ട് മേരി അവളുടെ ആവരണത്തിനുള്ളിൽ മുഖം പൊത്തി നിർത്താതെ കരയുന്നു. ആളുകൾക്ക് അവളെ കാണാൻ കഴിയുന്നില്ല. കാരണം അവൾ നദിയുടെ ഇങ്ങേക്കരയിലാണ്. തലയ്ക്ക് മീതെ നേരെ വന്നിട്ടുള്ള ചന്ദ്രനും
ഈശോയുടെ അരൂപിയും മാത്രമേ അവളെ കാണുന്നുള്ളൂ. ഈശോ എന്നോട് പറയുന്നു, ദർശനത്തിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനവുമുണ്ട്. എന്നാലും അതേക്കുറിച്ച് നിന്നോട് വീണ്ടും ഞാൻ പറയാം. ഇപ്പോൾ സമയമായിരിക്കുന്നതിനാൽ വിശ്രമിച്ചുകൊള്ളൂ. എൻ്റെ വിശ്വസ്തയായ മേരി, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദർശനം അവസാനിക്കുന്നു.